പൊതുവെ സ്വർണ്ണഖനികളുടെ നാട് എന്നാണ് UAE അറിയപ്പെടാറുള്ളത്. ഇഷ്ടംപോലെ സ്വർണമുള്ള, സ്വർണത്തിന് വില കുറവുള്ള സ്ഥലമാണ് UAE എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ ഒരു സ്വർണ്ണ ഖനി പോലും ഇല്ലാത്ത രാജ്യത്ത് എവിടുന്ന് ഇത്രയും സ്വർണം എത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിടക്കുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും UAEക്ക് വലിയ തോതിലാണ് സ്വർണം എത്തുന്നത്. ഇത്തരത്തിലെത്തുന്ന എല്ലാ സ്വർണവും നേരായ മാർഗത്തിലൂടെയല്ല UAEയിലെ കച്ചവടക്കാർ സ്വന്തമാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്വർണം ഈ തരത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് ആഫ്രിക്കക്കാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാറുള്ളത്. ആഫ്രിക്കയിലെ ഘാനയുടെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടമാണ് സ്വർണ്ണ ഖനന മേഖലയിൽ നിന്നുമുള്ള കള്ളക്കടത്ത് മൂലം ഉണ്ടാകുന്നത് എന്നാണ് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള സ്വിസ് എയ്ഡ് എന്ന സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഘാനയിൽ നിന്നും കടത്തപ്പെടുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും UAEയിലേക്കാണ് എത്തുന്നത്. 2018 മുതൽ 2022 വരെയുള്ള 5 വർഷത്തിനിടെ ഘാനയുടെ സ്വർണ്ണ കയറ്റുമതിയും അനുബന്ധ ഇറക്കുമതിയും തമ്മിൽ 229 മെട്രിക് ടണ്ണിന്റെ വ്യത്യാസമാണുള്ളത്. ഘാനയിൽ നിന്നുമുള്ള സ്വർണം പ്രധാനമായും അയൽ രാജ്യമായ ടോഗോ വഴിയാണ് ദുബായിലേക്ക് കടത്തപ്പെടാറുള്ളത്. ചില സ്വർണം ബുർക്കിന ഫാസോ, മാലി എന്നിവിടങ്ങളിലൂടെയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്താറുണ്ട്. അതിർത്തിയിലെ പരിശോധന ശക്തമല്ലാത്തതും കൈക്കൂലിയും മുതലെടുത്താണ് തട്ടിപ്പ് സംഘങ്ങൾ കടത്ത് സജീവമാക്കാറുള്ളത്. സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ദുബായിയുടെ നയവും കടത്തുകാർക്ക് അനുകൂലമാണ് എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. സ്വർണം എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരുന്നു എന്നതൊന്നും ദുബായിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രധാനമായും വിമാനത്താവളങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള കടത്ത് ശക്തമായിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണല്ലോ. 2019 ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദന രാജ്യമായ ഘാന ആർട്ടിസണൽ സ്വർണ്ണ കയറ്റുമതിക്ക് 3% വിത്തോൾഡിംഗ് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ നടപടി വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ഔദ്യോഗിക കയറ്റുമതി തകർന്നടിയുകയും കടത്ത് കുതിച്ചുയരുകയും ചെയ്തു. 2022 ഈ നികുതി 1.5% കുറച്ചതോടുകൂടിയാണ് ഔദ്യോഗിക കയറ്റുമതിയിൽ നേരിയ വർധനമുണ്ടായത്. കഴിഞ്ഞ മാർച്ചിൽ ഈ നികുതി രാജ്യം പൂർണ്ണമായി റദ്ദാക്കുകയും ചെയ്തു. 2023 സ്വർണ്ണ കയറ്റുമതിയിൽ നിന്നും 11.6 ബില്യൺ ഡോളർ വരുമാനം നേടിയെങ്കിലും കടത്തു മൂലം 11.4 ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായെന്നാണ് കണക്ക്. സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഈ നഷ്ടം അത്ര ചെറുതല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഘാന സർക്കാർ കേന്ദ്രീകൃതവും സുതാര്യവുമായ വ്യാപാര സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ പൂർണ്ണതോതിൽ പ്രാവർത്തികമായിട്ടില്ല. ഘാനയ്ക്ക് സമാനമായ വെല്ലുവിളി മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളും നേരിടുന്നുണ്ട്. 2012 മുതൽ 2022 വരെ 2569 ടൺ സ്വർണം ആഫ്രിക്കയിൽ നിന്ന് ദുബായിലേക്ക് കടത്തപ്പെട്ടതായിട്ടാണ് സ്വിസ് എയ്ഡ് കണക്കാക്കുന്നത്. 2022 മാത്രം 435 ടൺ സ്വർണം ആഫ്രിക്കയിൽ നിന്നും കടത്തപ്പെട്ടു. ഇതിന്റെ 85% UAEയിലേക്കാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു വരുന്നത് സ്വർണ്ണ ഖനി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന UAE വെറും സ്വർണ്ണക്കടത്തിലൂടെ മാത്രമാണ് ഇക്കണ്ട സ്വർണമൊക്കെ സ്വരൂപിച്ചിരുന്നത് എന്ന് തന്നെയാണ്.